കേരള സംസ്ഥാനം 29 ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനു മുൻപും പേഴ്സണലായിട്ട് ധനമന്ത്രിയെ കാണുകയും പ്രധാനമന്ത്രിയെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒന്നും ഒരു ഗുണം ഇന്നത്തെ ബജറ്റ് ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുകയായിരുന്നു. അതിന്റെ ഒന്നും ഒരു പ്രയോജനം നമ്മുടെ സംസ്ഥാനത്തിന് ഉള്ളതായിട്ട് കാണുന്നില്ല. അല്പം സന്തോഷം തോന്നിയത് ഈ റെയർ എർത്ത് മിനറൽ കോറിഡോറിൽ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം. പക്ഷെ ഇപ്പൊ ഞാൻ മറ്റൊരു വാർത്താ ചാനലിൽ കാണുകയായിരുന്നു. മിനിസ്റ്റർ രാജീവ് പറയുന്നുണ്ട് കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള ധാതു മണൽ ശേഖരം കേന്ദ്രം ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്നിട്ട് ഏറ്റെടുക്കാനുള്ള ഒരു പദ്ധതിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒരു വിഭവം നമുക്ക് അതിന്റെ പ്രയോജനമൊന്നും ലഭിക്കില്ല. അത് നേരെ കേന്ദ്രം റെയർ എർത്ത് മിനറൽസിന്റെ ഖനനവും അതിന്റെ ഗവേഷണവും അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നവും ഒക്കെ കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സംസ്ഥാനത്തിന് അതിന് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് നമ്മള് ഈ ചവറയുടെ ചില പ്രദേശങ്ങളും കരുനാഗപ്പള്ളിയിലൊക്കെ ഉള്ളതുപോലെ വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിന് ചിലപ്പം കാരണമാകും. നമുക്ക് അതിന്റെ ഒരു ഗുണവും ലഭിക്കുകയില്ല, മറിച്ച് പാരിസ്ഥിതിക ദുരന്തം നമ്മൾ ഏറ്റുവാങ്ങേണ്ടതായിട്ടുള്ളൊരു പ്രതിസന്ധി ഉണ്ടായേക്കാം. പിന്നെ കേരളത്തെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഈ നാളികേര വികസനത്തിന് പ്രത്യേക പദ്ധതി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നെന്ന നിലയിൽ ഒരുപക്ഷെ നമുക്ക് കർഷകർക്ക് അത് ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം. അതേപോലെ കൊക്കോ, കശുവണ്ടി, ചന്ദനം എന്നിവയ്ക്കൊക്കെ പ്രത്യേക പദ്ധതി ഉള്ളതായിട്ട് ഇന്നത്തെ പ്രഖ്യാപനത്തിൽ കണ്ടിരുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട പ്രോത്സാഹനം, അതേപോലെ തന്നെ ഫിഷറീസ് മേഖലയിൽ 500 റിസർവോയർ സംരക്ഷിക്കും എന്ന് ഇന്നത്തെ പ്രഖ്യാപനത്തിൽ ബജറ്റ് പ്രസംഗത്തിൽ കേൾക്കുകയുണ്ടായി. പക്ഷെ കേരളം ഈ 500 റിസർവോയറിൽ കേരളത്തിലെ ഏതെങ്കിലും പ്രദേശങ്ങൾ ഉൾപ്പെടുമോ എന്നുള്ളതിനെ കുറിച്ച് നിശ്ചയമില്ല. കന്നുകാലി വളർത്തലിന് സബ്സിഡി ഉള്ളതായിട്ട് പറയുന്നു. ഇതൊക്കെ നീ നാളുകളിൽ അതൊക്കെ ഏത് വിധത്തിലാണ് കർഷകർക്ക് പ്രയോജനം ചെയ്യുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതേപോലെ തന്നെ എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റൽ, ഇത് കേരളത്തിൽ വളരെ മുൻപ് തന്നെ നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി ഇപ്പൊ തന്നെ ഷീ ഹോസ്റ്റലുകളൊക്കെ തന്നെ കേരളത്തിലെ വിവിധ നഗര കേന്ദ്രങ്ങളിലുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ പോലും മിക്ക ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ ഇത് നടപ്പിലാക്കി വരുന്നുണ്ട്. പിന്നെ കേരളത്തിന്റെ എടുത്തു പറഞ്ഞത് കടലാമ സംരക്ഷണ പദ്ധതി, പരിപാലന പദ്ധതി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇതിലിപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ, കേരളം പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ ആയുർവേദത്തിനെ കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ രീതിയിലുള്ള സ്ത്രീകൾക്കായി പ്രത്യേക പരിഗണന അതൊക്കെ ലഭിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിനും കൂടി അതിന്റെ ഒരു ഭാഗമാകാൻ കഴിയുമെന്ന് നമുക്ക് കരുതാം. മേഡം, അതിനകത്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇന്നത്തെ ഒരു പ്രഖ്യാപനം അത് മെഡിക്കൽ ടൂറിസം ഹബ്ബ് സ്ഥാപിക്കും, സ്വകാര്യ മേഖലയുമായി ചേർന്നുകൊണ്ട് സ്ഥാപിക്കപ്പെടുമെന്നാണ് പറയുന്നത്. പക്ഷെ എവിടെയാണെന്ന് ബജറ്റിൽ പറയുന്നില്ല. അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന, കാരണം കേരളം മെഡിക്കൽ ടൂറിസത്തിൽ രാജ്യത്തിൽ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പം അതേപോലെ തന്നെ ഈ ജെറിയാട്രിക് കെയറിന് വേണ്ടിയിട്ട് 1.5 ലക്ഷം കെയർ ഗീവേഴ്സിനെ പരിശീലിപ്പിച്ച് പുറത്തിറക്കുമെന്നും ബജറ്റിൽ പറയുന്നുണ്ട്. ഇപ്പൊ ജെറിയാട്രിക് ഒരു വലിയ പ്രശ്നം കേരളവും തമിഴ്നാടുമാണ് പ്രായമായവർ ഏറ്റവും അധികം ഉള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ അടയാളപ്പെടുത്തുന്നത്. ഈ കേരളം ഇപ്പൊ തന്നെ ജെറിയാട്രിക് കെയറിന് പരിശീലനം നൽകുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരാഴ്ച മുമ്പ് 1000 പേര് ഡെൻമാർക്കിലേക്ക് പോകുന്നതിന് വേണ്ട പരിശീലനം പൂർത്തിയാക്കി. ഡാനിഷ് ഭാഷ പരിശീലനം അവരുടെ എംബസിയുമായിട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട്. 35,000-ഓളം ഈ ഹെൽത്ത് കെയർ മേഖലയിലെ കെയർ ഗീവേഴ്സിന് ഡെൻമാർക്ക് എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് തന്നെ ആവശ്യമുണ്ട്. ലോകത്തെമ്പാടും മലയാളികളായിട്ടുള്ള നഴ്സിംഗ് മേഖലയിലുള്ള ആളുകൾ ഈ കെയർ ഗീവേഴ്സ് എന്ന നിലയിൽ ലോകത്തെമ്പാടും ഉണ്ട്. ഇപ്പൊ നമ്മുടെ കുടുംബശ്രീയും ആ മേഖലയിലേക്ക് കടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ ഒക്കെ പ്രയോജനം ചിലപ്പോൾ കേരളത്തിന് ലഭിച്ചേക്കാം. അതേപോലെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസസ് പോലെ തന്നെ ആയുർവേദത്തിൽ ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന്, 1 അല്ല 3 എണ്ണത്തെ കുറിച്ച് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ 3 എണ്ണം ഇന്ത്യയിൽ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതെവിടെയാണെന്ന് പറയുന്നില്ല. ഇപ്പൊ ആയുർവേദത്തിൽ മറ്റേത് സംസ്ഥാനത്തെക്കാട്ടിലും അതിന്റെ അകത്ത് ചികിത്സയിലാണെങ്കിലും ഗവേഷണത്തിലാണെങ്കിലും മരുന്ന് നിർമ്മാണത്തിലൊക്കെ തന്നെ നമുക്ക് ഒരു അപ്രമാദിത്വം രാജ്യത്തുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അപ്പം ഇതാണ് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിന് പ്രയോജനപ്പെട്ടേക്കാവുന്ന മറ്റൊരു സാധനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി. നമ്മൾ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി, ടൂറിസവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ഇൻഡസ്ട്രി ഒക്കെ ഉള്ളത്. അപ്പൊ ഇതിന്റെ ഒരു
ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി സ്ഥാപിക്കുമെന്ന് പറയുന്നു. അത് ഏതെല്ലാം സംസ്ഥാനത്താണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു പക്ഷേ കേരളം സമ്മർദ്ദം ചെലുത്തിയാൽ ലഭിച്ചേക്കാം. ഇന്ത്യയിൽ ടൂറിസം മേഖലയിലും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഒന്നാം സ്ഥാനം ഉള്ള ഒരു സംസ്ഥാനം നമ്മുടെ. ഏറ്റവും അധികം 5 നക്ഷത്ര ഹോട്ടലുകളും 7 നക്ഷത്ര ഹോട്ടലുകളും റിസോർട്ടുകളും ഉള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ. ഏറ്റവും അധികം ഉള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഒരുപക്ഷെ കേരളം സമ്മർദ്ദം ചെലുത്തിയാൽ ലഭിച്ചേക്കാം. കേരളത്തിന് 3 കേന്ദ്രമന്ത്രിമാരുണ്ടെന്ന് ഓർക്കണം. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അതേപോലെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവരുടെയൊക്കെ ഒരു ഇടപെടലുകൾ മാത്രമേ പ്രതീക്ഷിക്കാൻ വകയുള്ളൂ. അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള MP-മാരും സമ്മർദ്ദം ചെലുത്തണം. പക്ഷെ ഇതൊന്നും കേരളത്തിന് ഗുണകരമാകുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ ഏതാണ്ട് 10,000-ഓളം ടൂറിസ്റ്റ് ഗൈഡ്സിനെ 12 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഹൈബ്രിഡ് മോഡിലുള്ള പരിശീലനമൊക്കെ നൽകി പുറത്തിറക്കുമെന്ന് പറയുന്നു. അപ്പം നമുക്കാണെങ്കിൽ ടൂറിസം മേഖലയിൽ ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് സ്റ്റേറ്റ് എന്ന നിലയിൽ ആ പരിശീലന പരിപാടിയിൽ കൂടെ ഇപ്പൊ ഗൈഡിന്റെ ലൈസൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തൊഴിൽ കണ്ടെത്തുന്നതിന് കുറച്ച് ചെറുപ്പക്കാർക്കൊക്കെ സാധിക്കുമായിരിക്കും. അതേപോലെ ഒരു പ്രഖ്യാപനമുണ്ട് ഈ ഹൈക്കിങ്ങും ട്രക്കിങ്ങും എക്സ്പീരിയൻസിന്. അതിന് പക്ഷേ നമ്മുടെ കേരളമില്ല. അപ്പൊ പശ്ചിമഘട്ട മലനിരകളുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ ധാരാളം ഹൈക്കിങ്ങിനും വനമേഖലയിൽ ഹൈക്കിങ്ങിനും മലയോര മേഖലയിൽ ട്രക്കിംഗ് പാത്തുകളുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടെ. ഇപ്പൊ എനിക്ക് തന്നെ അറിയാം, ഈ മീശപ്പുലി മലയിലും കൊരങ്ങണി മലയിലും ചൊക്രമുടിയിലും ഇതൊക്കെ നമ്മുടെ ഇടുക്കിയിലുള്ള പ്രദേശങ്ങളാണ്. അതേപോലെ ആനമല ട്രക്കിംഗ് ഒക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പൊ കേരളത്തിൽ ഒരുപാട് വനമേഖലകളും മലനിരകളുമുള്ള സംസ്ഥാനത്ത് അത്തരം ഒരു ഹൈക്കിംഗ് ട്രക്കിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന പദ്ധതിയിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല. അതിനകത്ത് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശും നോർത്ത് ഈസ്റ്റിലെ ഏതൊക്കെയോ പ്രദേശങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ യഥാർത്ഥത്തിൽ കേരളത്തെ പരിഗണിക്കേണ്ടതായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് വർഷം എന്ന നിലയിൽ കേരളത്തിന് കുറേയും കൂടെ ശ്രദ്ധ ഉണ്ടാകുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ദേശീയ ബജറ്റ് ഉണ്ടായപ്പം ആന്ധ്രാപ്രദേശിന്റെയും ബീഹാറിന്റെയും ബജറ്റായിരുന്നു. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP-മാരുടെ പിന്തുണയോടുകൂടി മാത്രമേ കേന്ദ്ര സർക്കാരിന് നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വാരിക്കോരി ബീഹാറിനും ആന്ധ്രാപ്രദേശിനും നൽകിയത് കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ മുമ്പിൽ അറിവുള്ളതാണ്. ഒരു പക്ഷേ ഈ ബജറ്റിൽ കേരളവും തമിഴ്നാടും തെരഞ്ഞെടുപ്പിന് മുൻപിൽ നിൽക്കുമ്പം പരിഗണിക്കുമെന്നൊക്കെ വ്യാമോഹിച്ചു. പക്ഷെ ഇത് വേറൊരു വ്യാമോഹം മാത്രമായിരുന്നു എന്നുള്ളതാണ് സങ്കടകരമായ ഒരവസ്ഥ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് ഈ പുതിയ ആദായ നികുതി നിയമം കൂടി പ്രഖ്യാപിച്ചല്ലോ, അത് ഏതൊക്കെ തരത്തിലാകും ബാധിക്കുക? ആദായ നികുതി നിയമത്തിൽ പുതിയതായിട്ട് ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. കഴിഞ്ഞ വർഷം ആദായ നികുതി നിയമത്തിനകത്ത് ഒരുപാട് റിലാക്സേഷൻസ് ഈ കഴിഞ്ഞ വർഷമാണ് വരുത്തിയത്. ഇപ്പം ഒരു സെക്കൻഡ്, അതിനകത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായത് പ്രത്യേകിച്ച് 3 ലക്ഷം വരെ 4 ലക്ഷം വരെ ഉള്ളവർക്ക് നികുതിയില്ല. 5% നികുതി നൽകേണ്ടത് 4 മുതൽ 8 ലക്ഷം വരെ ഉള്ളവർക്ക്. അതേപോലെ 10% നികുതി 8 മുതൽ 12% വരെ. അപ്പം കഴിഞ്ഞ വർഷമാണ് അതിനകത്ത് വേണ്ട ഒരു മാറ്റം ഉണ്ടായത്. പിന്നെ നമ്മൾക്ക് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട നിയമം ഒരുപാട് ലളിതവൽക്കരിച്ചിട്ടുണ്ട്. 1961 ഇന്ത്യയിൽ ഇൻകം ടാക്സ് റൂൾസ് വരുന്നത്. അതിനകത്ത് ഒരുപാട് സിംപ്ലിഫൈ ചെയ്തു എന്നും സാധാരണ പൗരന്മാർക്ക് വരെ ആദായ നികുതി റിട്ടേൺ സബ്മിറ്റ് ചെയ്യത്തക്ക രീതിയിൽ അതിന്റെ റീഡിസൈൻ ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെന്താണ്, ഈ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ഒക്കെ വരുമ്പം IT-നകത്ത് നിന്ന് എക്സംഷൻ കൂടാ നല്ല കാര്യമാണ്. ഇപ്പൊ മോട്ടോർ അപകടം ഉണ്ടായി അതിന്റെ നഷ്ടപരിഹാരം കിട്ടുന്നതിനകത്തുനിന്ന് നികുതി കൊണ്ടുപോകുന്നത് അന്യായമായ ഒരു കാര്യമാണ്. കാരണം നിരാലംബരായിട്ടുള്ള മനുഷ്യരായിരിക്കും, കിടക്കയിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ. അപ്പൊ അത്തരം നഷ്ടപരിഹാരത്തിന് നികുതി ഒഴിവാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പം ഇതൊക്കെയാണ്. അല്ലാതെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് കാര്യമായ മാറ്റമില്ല. പിന്നെ TDS-ഉം TCS-ഉമായി ബന്ധപ്പെട്ട് ചെറിയ ഒറ്റപ്പെട്ട ഇളവുകളൊക്കെ പറയുന്നത് ഞാൻ ഓർമ്മയിൽ നിന്നാണ് ഇത് പറയുന്നത്. ഈ പ്രത്യേകിച്ച് വിദേശ വിനോദയാത്രയിൽ TCS 5% നിന്ന് 2% കുറച്ചു എന്നും, പിന്നെ IT-യുടെ TDS സബ്മിറ്റ് ചെയ്യാൻ മാർച്ച് 31 വരെ നീട്ടി നൽകിയെന്നും, മാൻ പവർ സർവീസസ് സപ്ലൈ ചെയ്യുന്നവർക്ക് TDS ഏതാണ്ട് 1 മുതൽ 2% വരെയായിട്ട് കുറച്ചു. ഇത്തരം ചില ഇതൊക്കെ ആണ് എന്റെ ഓർമ്മയിൽ. ഞാൻ ബജറ്റ് കേട്ടതേ ഉള്ളൂ, ആ ഡോക്യുമെന്റ് എന്റെ കൈവശം ഇല്ല. ഇതിൽ നിന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷെ ഇതൊന്നുമല്ല കേട്ടോ, കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു നഷ്ടം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇപ്പൊ 16ാമത് ധനകാര്യ കമ്മീഷൻ
ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടതായിട്ട് ഇന്ന് ബജറ്റിൽ പറയുണ്ടായി. 16th ഫിനാൻസ് കമ്മീഷൻ വരുമ്പോൾ കേരളം ഏറ്റവും പ്രതീക്ഷിച്ചിരുന്നത് സംസ്ഥാനങ്ങൾക്ക് പങ്കുവയ്ക്കുന്ന നികുതി വിഹിതത്തിന്റെ അളവ് എന്ന് പറയുന്നത് നിലവിലുള്ള 41% 50% ആക്കണമെന്ന് നമ്മൾ മാത്രമല്ല ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഫിനാൻസ് കമ്മീഷൻ അടുത്ത്. അതിൽ വർധനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നമ്മളോട് ഇപ്പൊ പറയുന്നത് 41% പക്ഷേ കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ ഇളവ് നൽകിയിട്ട് സെസ്സും സർചാർജും പിരിക്കുന്നുണ്ട്. ഏതാണ്ട് 6 ലക്ഷം കോടി രൂപയോളം ഓരോ വർഷവും കേന്ദ്ര സർക്കാർ ഈ വിധത്തിൽ പിരിച്ചെടുക്കുന്നത് സംസ്ഥാനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 41% സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം, നികുതികളുടെ വിഹിതം, ധനകാര്യ കമ്മീഷൻ വഴി നൽകുന്ന വിഹിതം അത് ഫലത്തിലാണ് 30% അല്ലെങ്കിൽ 31% ഫലത്തിൽ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കേരളം ഇതിനെ 50% ഈ വിഹിതം ഉയർത്തണമെന്ന് പറഞ്ഞത്. പ്രഖ്യാപിക്കപ്പെട്ട 41, ഫലത്തിൽ 30% ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടുന്ന, കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ന്യായമായിട്ടുള്ള വിഹിതത്തിന്റെ വർധനവൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരം. പിന്നെ ഏതാണ് നമ്മൾ ഇന്ന് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചതിനകത്ത് കേരളമില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഈ വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഏറ്റവും അധികം കളക്ഷൻ ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ്. തിരുവനന്തപുരം, കാസർഗോഡ് വന്ദേ ഭാരത് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ കാണും. ഏറ്റവും അധികം പാസഞ്ചേഴ്സ് ഉള്ള, വെയിറ്റിംഗ് ലിസ്റ്റിൽ പാസഞ്ചേഴ്സ് കടക്കുന്ന, ഏറ്റവും അധികം ഓക്കുപൻസി ലിസ്റ്റ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ഒരു മേഖലയാണ് കേരളം. പക്ഷെ കേരളത്തിന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നോക്കുമ്പം വളരെ നിരാശാജനകമാണ് ബജറ്റ്. സങ്കടം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.